ദിയ കൃഷ്ണ എന്ന് പറഞ്ഞ പേര് ഈയിടെ വളരെ വൈറലായിരുന്നു. ഓൾ ബിക്കോസ് ഓഫ് ഹർ പ്രസവ വീഡിയോ. അതായത് ഒരു ഗർഭിണിയായിട്ടുള്ള സ്ത്രീ അവരുടെ ഡെലിവറി വരെയുള്ള ആ ഒരു പ്രോസസ്സിനെ വീഡിയോ രൂപത്തിൽ നമ്മളിലേക്ക് അവതരിപ്പിച്ചു. അത് തെറ്റാണെന്ന് പറയുന്നവരുണ്ട്, അതിനെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട്, ശരിയാണെന്ന് പറയുന്നവരുണ്ട്. അപ്പോൾ ഇതിൽ ഞാനെന്ന് പറയുന്ന വ്യക്തിയുടെ ഒരു ഒപ്പീനിയനാണ് ഇവിടെ പറയാനായിട്ട് പോകുന്നത്. അതുപോലെ ആ ഒരു സ്ത്രീയുടെ ഫാമിലിയെ പറ്റിയോ അവരുടെ പൊളിറ്റിക്കൽ സ്റ്റാൻസിനെ പറ്റിയോ ഞാൻ പറയുന്നില്ല, അത് പറയേണ്ട ആവശ്യമില്ല. സോ ഐ വിൽ ടോക്ക് അബൌട്ട് മൈ ഒപ്പീനിയൻ. ഓക്കെ, അതായത് ഒരു പ്രഗ്നൻ്റ് ആയിട്ടുള്ള സ്ത്രീ ഒപ്പം ഒരു ഇൻഫ്ലുവൻസറും കൂടിയാണ്. അവരുടെ പ്രഗ്നൻസി പ്രോസസ്സിനെ വീഡിയോ രൂപത്തിലാക്കി സമൂഹത്തിൽ അവതരിപ്പിക്കുകയും അത് ആളുകൾ കാണുകയും ചെയ്തൊരു കൺസെപ്റ്റാണ് നമ്മുടെ കാണുന്നൊരു കാര്യം. അപ്പോൾ ഇതിൽ രണ്ട് കൂട്ടർ, എല്ലാത്തിലും ഉള്ള പോലെ രണ്ട് കൂട്ടർ ഇവിടെ ഉണ്ട്, അതായത് ഹേറ്റേഴ്സും സപ്പോർട്ടേഴ്സും. അപ്പോൾ ഇതിൽ ഞാൻ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫസ്റ്റ് ഓഫ് ഓൾ ഇവിടെ സംഭവിച്ചെന്താണ്? ഒരു സ്ത്രീ അതിൻ്റെ കുഞ്ഞിന് ജന്മം കൊടുക്കുന്നു എന്നുള്ള ഒരു കൺസെപ്റ്റ് മാത്രമാണ്. നമ്മളെല്ലാവരും ഭൂമിയിലേക്ക് വന്നേക്കുന്നത് അങ്ങനെ തന്നെയാണ്. നമ്മളീ കാണുന്ന എല്ലാ മൃഗങ്ങളും ഭൂമിയിലേക്ക് വന്നേക്കുന്നത് അങ്ങനെ തന്നെയാണ്. അപ്പോൾ അതിലെന്താണ് തെറ്റായിട്ടുള്ളത്? ഓക്കെ, ഇപ്പം ചിലർ പറയും ഇത് അവരുടെ പേഴ്സണൽ ലൈഫിലുള്ള കാര്യമല്ല, അതിപ്പം അങ്ങനെ ആൾക്കാരെ കാണിക്കേണ്ട ആവശ്യമുണ്ട്, അല്ലെങ്കിൽ അത് തെറ്റല്ലേ, അത് വളരെ മോശമായിട്ടുള്ളൊരു അശ്ലീലം എന്ന് പറയുന്ന വാക്കിലോട്ടൊക്കെ എത്തിക്കുന്നവരുണ്ട് ഇതിനെ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ സമൂഹത്തിൽ എത്തിക്കേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. സുഹൃത്തുക്കളെ, ഇത് അങ്ങനെ ഒരു ടാബു ആയിട്ടുള്ള കാര്യമൊന്നുമല്ല, അത് നാച്ചുറലാണ്. അതായത് ചുറ്റും നോക്ക്, പട്ടി പ്രസവിക്കുന്നില്ലേ, പൂച്ച പ്രസവിക്കുന്നില്ലേ, പശു ആടെല്ലാം ഓടിയിരുന്ന് പ്രസവിക്കുന്നില്ലേ? പണ്ട് മനുഷ്യൻ ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു വർഷങ്ങൾക്ക് മുമ്പ്. ഇപ്പം പിന്നെ അഡ്വാൻസ്ഡ് ആയപ്പോഴത്തേക്കും ഹോസ്പിറ്റലിലൊക്കെ ആയെന്നുള്ളൂ. ഇപ്പോൾ ഒരു സ്ത്രീ പ്രസവിക്കുന്നു, അതിൻ്റെ അപ്പുറത്ത് അതിനകത്ത് തന്നെ ഉള്ളേ, അതിനകത്ത് അങ്ങനെ നെഗറ്റീവായിട്ട് കാണാൻ തന്നെ ഉള്ളേ. ഒരു സ്ത്രീ പ്രസവിക്കുന്നു, ദാറ്റ്സ് ഇറ്റ്. അതിലങ്ങനെ നെഗറ്റീവായിട്ട് കാണാനോ അല്ലെങ്കിൽ അശ്ലീലമാണെന്ന് പറയണതൊന്നുമില്ല. നമ്മുടെ ഇടുങ്ങിയ ചിന്താഗതിയാണ് കേരളത്തിലെ, പറയാതിരിക്കാൻ പറ്റത്തില്ല, മുത്തശ്ശന്മാരായിട്ടുള്ള കാരണവന്മാരുടെ ഒരു ഇടുങ്ങിയ ചിന്താഗതി വീണ്ടും അടുത്ത തലമുറയിലേക്ക് പാസ് ഓൺ ചെയ്യുവാണ്. ഓക്കെ, അതായത് പല കാര്യങ്ങൾ പീരിയഡ്സിനെ വേറൊരു കണ്ണി കൂടെ കാണുന്നവരുണ്ട്. പീരിയഡ്സ് നാച്ചുറലല്ലേ, നാച്ചുറലായിട്ടുള്ളൊരു തിങ്ങാണ്, അത് വളരെ നാച്ചുറലാണ്. അതിലിപ്പോൾ എന്താ, അതിലങ്ങനെ അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യം പോലും ഇല്ല, അങ്ങനെ ആശ്ചര്യപ്പെടേണ്ട തന്നെ ഉള്ളത്. നാച്ചുറലായിട്ട് മനുഷ്യർ ജീവിക്കുന്നു, അവർക്ക് എന്താ പറയുക, ബയോളജിക്കലായിട്ടുള്ള ചേഞ്ചസ് വരുന്നു, ദാറ്റ്സ് ഇറ്റ്. അത് നാച്ചുറലായിട്ടങ്ങ് പോകും എന്ന് പറഞ്ഞ പോലെ ഇതും നാച്ചുറലായിട്ടുള്ള കാര്യമാണ്. ഒരു ഹസ്ബൻഡും വൈഫും കൂടി ചെയ്യുന്ന ചില കാര്യങ്ങളുടെ ആഫ്റ്റർ എഫക്റ്റാണ് കുട്ടി എന്ന് പറയുന്നത്. സെക്സിൻ്റെ ആഫ്റ്റർ എഫക്റ്റാണ്. സെക്സ് ചെയ്യുന്ന സംഭവം അറിയാമല്ലോ, ഇതും അതുപോലെ ഉണ്ട്. ഇത് പുറത്ത് പറയുമ്പോഴത്തേക്കും ഭയങ്കര അരോചകവും ഭയങ്കര വൃത്തികളൊക്കെയാണ്, പക്ഷെ ചെയ്യുമ്പോഴത്തേക്കും എല്ലാവരും ചെയ്യും. നമ്മളൊക്കെ വന്ന ലോകത്ത് വന്ന അങ്ങനെയൊക്കെ തന്നെയാണ്, നമ്മൾ ചെയ്യാൻ പോകുന്നതൊക്കെ തന്നെയാണ് ഈ ഭാവിയിൽ. അപ്പോൾ അതിൻ്റെ റിസൾട്ടാണ് കുട്ടിയെന്ന് പറയുന്നത്. അപ്പം അത്രേ ഉള്ളൂ, ഒരു കൊച്ചു ഭൂമിയിലോട്ട് വരുന്നു. പണ്ട് വൈറ്റാട്ടിമാരോടൊക്കെ കാലമായിരുന്നു. അന്ന് സംഭവിക്കുന്നത് എന്തായിരുന്നു? ഒരു ഹസ്ബൻഡ് കാണും, വൈഫിനെ എന്താണ് വീട്ടിലൊക്കെ സ്ത്രീകളുടെ കൂടെ ഒരു മുറിയിലോട്ട് പറഞ്ഞു വിടുക, വൈറ്റാട്ടിയുണ്ട്. അപ്പോൾ അവിടുന്ന് എന്താ പറയുക, അതോട് സ്ത്രീ പോകുന്നു, ഹസ്ബൻഡിന് അവിടെ പ്രസൻസ് ഒന്നുമില്ല, ഒരു റൈറ്റും ഇല്ല അവിടെ നിൽക്കാനായിട്ട്, പുറത്ത് വെയിറ്റ് ചെയ്യുന്നു, കുട്ടി വരുന്നു. ഇപ്പോൾ ഹോസ്പിറ്റലിലാണ്, ഹസ്ബൻഡ് വെയിറ്റ് ചെയ്യുന്നു, വൈഫ് അകത്തോട്ട് പോകുന്നു, കുട്ടി വരുന്നു. പുറത്ത് പല രാജ്യങ്ങളിലൊക്കെ ഹസ്ബൻഡിന് പ്രസൻസ് ഉണ്ട് അവിടെ, വെച്ചാൽ അവർക്ക് നിൽക്കാം, വേണമെങ്കിൽ നിൽക്കാം അവിടെ. അതുപോലെ തന്നെ അവിടെ നിന്നിട്ട് എന്താ വൈഫിനൊരു സപ്പോർട്ടിന് വേണ്ടി, സപ്പോർട്ട് എന്ന് പറയുമ്പോഴത്തേക്കും ഫെമിനിസ്റ്റുകാർ പറയും എന്താണ് വൈഫ് അല്ലെങ്കിൽ സ്ത്രീകൾ സ്ട്രോങ് അല്ലേ, അങ്ങനെയല്ല ചേച്ചിമാരെ ഞാൻ പറഞ്ഞത്. നമുക്ക് നമ്മുടെ അച്ഛനമ്മമാരെ നോക്കിയാൽ മതി, അച്ഛനുള്ളപ്പോൾ അമ്മയ്ക്ക് ഒരു സ്ട്രെങ്ത് ഉണ്ട്, അമ്മയുള്ളപ്പോൾ അച്ഛനൊരു സ്ട്രെങ്ത് ഉണ്ട്, ദാറ്റ്സ് ഇറ്റ്. എന്ന് പറഞ്ഞ പോലെ ഒരു ഹസ്ബൻഡിനോട് വൈഫിനോട് ഹസ്ബൻഡിനോടെന്നാണെങ്കിൽ ചെറിയൊരു സപ്പോർട്ട്, അത്രേ ഉദ്ദേശിച്ചുള്ളൂ. ഞാൻ നിങ്ങൾ ഇനി മെക്കെട്ട് കയറാൻ നിൽക്കണ്ട, അത്ര പറഞ്ഞോളൂ. അപ്പോൾ അങ്ങനത്തെ ഒരു പവറും കൊടുക്കാമല്ലോ അവിടെ. അപ്പോൾ അത് പുറത്തൊക്കെ വർക്കാവാൻ വേണ്ടി, ഇവിടെ അതെപ്പോഴും ടാബു ആണല്ലോ. അതായത് എല്ലാം ചെയ്യാം, എല്ലാ കാര്യങ്ങളും രാത്രിയും പകലും കുറ്റിയിട്ടും കുറ്റിയിടതൊക്കെ ചെയ്യാം. അതിൻ്റെ എൻഡ് റിസൾട്ട് എത്തുമ്പോഴത്തേക്ക് ആ മനുഷ്യനവിടെ വിലയില്ല. ഒരു മനുഷ്യൻ്റെ കഷ്ടപ്പാടിൻ്റെ എൻഡ് റിസൾട്ടാണ് കുട്ടി വരുന്നത്. അപ്പോൾ അവിടെ അയാൾക്ക് വിലയില്ല, അവിടെ പ്രസൻസ് ഒന്നും പാടില്ല. അപ്പോൾ ഈ ഒരു ദിയ കൃഷ്ണയുടെ വീഡിയോ എന്ന് പറയുന്നത് റിയാലിറ്റിയാണ്. ഒരുപാട് ഭർത്താക്കന്മാർക്ക് ഇപ്പോഴും ഭാര്യമാരെ അനുഭവിച്ച് വേദനയെപ്പറ്റി അറിയത്തില്ല. കുറേ ഭർത്താക്കന്മാർ തന്ന ഭാര്യമാരെ കളിയാക്കാറുണ്ട്, വലിയ വേദന എന്നൊക്കെ പറയുന്നത്. അങ്ങനൊന്നും അല്ലെന്നേ, അതൊക്കെ അനുഭവിച്ചവർക്ക് അറിയാം വേദന. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ഗ്ലിംസാണ് ഈ പുള്ളിക്കാരി നമുക്ക് തന്നേക്കുന്നത്. ബില്യൺസ് ഓഫ് വുമൺ അനുഭവിച്ചേക്കുന്ന വേദനയുടെ ചെറിയ ഗ്ലിംസാണ് ആ ഒരു സ്ത്രീ നമ്മളെ കാണിച്ചേക്കുന്നത്. അപ്പോൾ അത് കണ്ടിട്ട് ഓക്കെ, മൈ മദർ, മൈ വൈഫ്, മൈ സിസ്റ്റർ, ഓക്കെ, അവരെല്ലാവരും ഈ വേദന അനുഭവിച്ചിട്ടുള്ളവരും അനുഭവിക്കാൻ പോകുന്നവരുമാണെന്ന് ഓർക്കുക. എന്നിട്ട് അത് മനസ്സിൽ വയ്ക്കുക. എന്നിട്ട് അവർക്ക് നമ്മൾ ആ റെസ്പെക്റ്റ് കൊടുക്കുക. ഓക്കെ, ബിക്കോസ് ദേ ആർ സഫറിങ് ദാറ്റ് മച്ച്. അതായത് നമ്മുടെ ലോകം പോപ്പുലേറ്റ് ചെയ്യുവാനായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ലോകത്തിൽ വീണ്ടും നമ്മുടെ ജനസംഖ്യ അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ദേ ആർ സഫറിങ്. ലേഡീസ് ആർ സഫറിങ്.
അതായത് അത് അവരുടെ ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു അബിലിറ്റിയാണ് കുട്ടിക്ക് ജന്മം കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ അതൊരു എന്താ പറയുക മാന്യമായിട്ട് ചെയ്യുന്നു. അതുപോലെ ആണുങ്ങൾക്ക് ഉണ്ട് ജോലി റീപോപ്പുലേറ്റ് ചെയ്യുന്ന ഭാഗമായിട്ട്. അത് ആണുങ്ങളും ചെയ്യുന്നു, സ്ത്രീകളും ചെയ്യുന്നു, പുരുഷന്മാരും ചെയ്യുന്നു. നാച്ചുറലായിട്ട് ബയോളജിക്കലായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു. അതിനെ പലമായിട്ട് കുട്ടി ഉണ്ടാകുന്നു. അപ്പോൾ അതിൽ അനുഭവിക്കുന്ന സ്ട്രഗിളും വേദനയും ആ ഒരു മൊത്തം വൈബും കാര്യങ്ങളും പുള്ളിക്കാരത്തി നമ്മളെ കാണിച്ചു തന്നു ഒരു വീഡിയോ രൂപത്തിൽ. പുള്ളിക്കാരത്തി ആരാന്ന് എനിക്കറിയണ്ട, ഫേമസ് ആണോ ഫേമസ് അല്ലയോ, അവരുടെ അപ്പൻ പാർട്ടിക്കാരനാണോ അല്ലയോ എന്ന് എനിക്കറിയേണ്ട ആവശ്യമില്ല. ഒരു സ്ത്രീ, ഓക്കെ, ഒരു സ്ത്രീ അവിടെ ഉണ്ട്. സ്ത്രീ ജന്മം കൊടുത്തു. ആ വീഡിയോ രൂപത്തിൽ അതിൻ്റെ ഒരു ആംബിയൻസ് അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു വൈബ് നമ്മളിലേക്ക് എത്തിച്ചു, അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു റിയാലിറ്റി നമ്മളിലേക്ക് എത്തിച്ചു. അത് നമ്മൾ കാണുന്നു, അതിൽ നമ്മൾ റിയാലിറ്റി മനസ്സിലാക്കുന്നു. മൂവ് ഓൺ. നമ്മളൊരു കാര്യം പഠിച്ചു, പുതിയതായിട്ടൊരു കാര്യം പഠിച്ചു. ഓക്കെ, ഇത്ര സ്ട്രഗിൾ ഉണ്ട്, കുട്ടി ജന്മം കൊടുക്കുന്ന സ്ട്രഗിൾ ഇത്ര ഉണ്ടെന്ന് മനസ്സിലാക്കുന്നു, മൂവ് ഓൺ. അല്ലെങ്കിൽ അത് വെച്ചുകൊണ്ട് കോൺട്രവേഴ്സി ആക്കാനോ അത് വെച്ച് ഡെയിലി കണ്ടൻറ്റ് എന്താ പറയുക ബൂസ്റ്റ് ചെയ്യാനൊന്നും നോക്കേണ്ട ആവശ്യമില്ല. ശരിയാണ്, പുള്ളിക്കാരി കണ്ടന്റ് ആക്കി അപ്ലോഡ് ചെയ്തു, ഇറ്റ്സ് എ റൈറ്റ്. ഇതൊരു ഫ്രീ കൺട്രിയാണ്, ഇവിടെ നമുക്കെന്ന് ചെയ്യാമെന്ന്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ഹസ്ബൻഡ് നിൽക്കുമ്പോഴത്തേക്കും ഒരു നേഴ്സ് കൊണ്ടുപോകുന്നു, കുട്ടിയെ കൊണ്ടുത്തരുന്നു എന്നുള്ള കൺസെപ്റ്റ് മാത്രമല്ല, അവിടെ ഒരുപാട് പെയിനും ഒരുപാട് സഫറിങ്ങും ഉണ്ടെന്നുള്ള റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാതെ കുറേ ആണുങ്ങൾക്കാണ് കുരു പറ്റിയേക്കുന്നത്. അതായത് അവർ ഇന്ന് വീട്ടിൽ നിന്ന് കളിയാക്കും ഭാര്യമാരെ, നീ വലിയ വേദന അനുഭവിച്ചെന്ന് പറയുന്നുണ്ടല്ലോ ഡി, ഞങ്ങൾ ഫുട്ബോൾ കളിക്കുമ്പോഴത്തേക്കും ഞങ്ങളുടെ ഇവിടെ പന്ത് കൊള്ളുന്ന അത്ര വേദന ഉണ്ടെന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ചിലപ്പോൾ ഇത് കാണുമ്പോൾ കൊള്ളും, അവർക്ക് ശരിക്കും ഉള്ളിൽ കൊണ്ട് കാണും ഇത് കാണുമ്പോഴത്തേക്ക്. ചിലപ്പോൾ അതായിരിക്കും കമൻറ്റ് വന്ന് എൻഡ് ഓഫ് ദ ഡേ ഒരു ലേഡി പ്രസവിച്ചു, കുട്ടിക്ക് ജന്മം കൊടുത്തു. അതൊരു കണ്ടൻറ്റ് രൂപത്തിലായോ ഇല്ലെന്ന് നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. അത് നമ്മളിലേക്ക് എത്തിച്ചു, അതിൻ്റെ റിയാലിറ്റി നമ്മൾ എത്തിച്ചു, നമ്മളത് കണ്ടു മനസ്സിലാക്കി. നമ്മളത് റിയാലിറ്റി എന്താണെന്ന് മനസ്സിലാക്കി, നമ്മളത് ഒരു നോളജായിട്ട് നമ്മൾ കൂടെ വെക്കുന്നു. വി മൂവ് ഓൺ. ഓക്കെ, അല്ലെങ്കിൽ കണ്ടൻറ്റിന് ഈ എന്ന് റിയാക്ട് ചെയ്യണം, എന്നും പുള്ളിക്കാരത്തെ ഹേറ്റ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണമെന്നും കാര്യമില്ല. ഒരു കാര്യം കാണുന്നു, അത് മനസ്സിലാക്കുന്നു, മൂവ് ഓൺ ചെയ്യുന്നു. താല്പര്യം ഉണ്ടെങ്കിൽ അതിനെ മനസ്സിലാക്കുക, ഇല്ലെങ്കിൽ വിട്ടുകളയുക, മൂവ് ഓൺ. ഇങ്ങനെ നമ്മൾ മൂവ് ഓൺ ചെയ്യാൻ പഠിച്ചാൽ, മൂവ് ഓൺ ചെയ്യുന്നതിന് കൂടെ തന്നെ റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്യുകയും പിന്നെ ടാബു ഒക്കെ പോലുള്ള, അതായത് എല്ലാം മ്ലേച്ഛമാണ്, എല്ലാം തെറ്റാണെന്നുള്ള മാറ്റിയിട്ട് നാച്ചുറലുള്ള കാര്യം നാച്ചുറൽ ആണെന്നുള്ള റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്യുകയും, അതുപോലെ തന്നെ നമ്മൾ മൂവ് ഓൺ ചെയ്യാനും പഠിച്ചാൽ പിന്നെ ഈ കോൺട്രവേഴ്സി ലോകത്ത് കാണത്തില്ല. അവിടെ കോൺട്രവേഴ്സീസ് ഒന്നും ലോകത്ത് കാണത്തില്ല. അത്രേ ഉള്ളൂ. ചില കാര്യം നാച്ചുറൽ ആണെന്ന് അക്സെപ്റ്റ് ചെയ്യുക, ചില കാര്യങ്ങൾ കണ്ടിട്ട് മൂവ് ഓൺ ചെയ്യുക, അത്രേ ഉള്ളൂ. സിമ്പിൾ തിങ്. സോ ജസ്റ്റ് മൂവ് ഓൺ. നിങ്ങൾക്ക് ഈ വീഡിയോ താല്പര്യമില്ലെന്നുണ്ടെങ്കിൽ മൂവ് ഓൺ. ഈ ഒരു കൺസെപ്റ്റ് താല്പര്യമില്ലെങ്കിൽ മൂവ് ഓൺ. ഓക്കെ, ആൻഡ് അറ്റ് ദ സെയിം ടൈം അക്സെപ്റ്റ് റിയാലിറ്റി.